മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് CP യിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെയുള്ള ചിലർക്കെങ്കിലും എന്നെ അറിയാം. എന്നാൽ എന്നെ അറിയാത്തവർക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് അൻസർ, കൊല്ലം സ്വദേശിയാണ്, ഒരു ഓട്ടോ ഡ്രൈവർ കൂടിയാണ്. ഇപ്പൊ ഞാൻ ഈ ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് പാഷനോട് കൂടി ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ CP വളരെ മനോഹരമായ സയന്റിഫിക് ആയ ഒരു മെഡിറ്റേഷൻ നമുക്ക് കിട്ടി. ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം മുഴുവനും പോസിറ്റീവായി ചിന്തിക്കാൻ സോറി ഒരു മിനിറ്റ്. ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ നമുക്ക് പോസിറ്റീവായി ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു മെഡിറ്റേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അടുത്ത സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. ഈ സെക്ഷൻ ചെയ്യുന്നത് എറണാകുളം വേങ്ങര സ്വദേശിയായ നമ്മുടെ ഷംന മാഡമാണ്. മാഡം ഗോൾഡ് പിൻ ലെവൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഈ ഓപ്പർച്യൂണിറ്റി ചെയ്യുന്ന സീരിയസ് ആയിട്ട് ഒരു വനിത കൂടിയാണ്. അപ്പം എൻ്റെ അപ്ലൈൻ കൂടിയാണ് ഷംന മാം. ഈ സെക്ഷൻ ചെയ്യുന്നത് പ്രോഡക്റ്റ് സെക്ഷനാണ്. കാൽസ്യത്തിന്റെ ഗുണങ്ങൾ നമുക്കറിയാം. നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ അഭാവമുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഷംന മാം പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടു കൂടി ഷംന മാമിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. വെൽക്കം ഷംന മാം. Thank you, Ansar sir. Thank you so much. Very nice introduction. Good morning all of you. അപ്പൊ ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ CP-യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ഷംന, ഫ്രം മലപ്പുറം വേങ്ങര, ബൈ പ്രൊഫഷൻ ടീച്ചറാണ്. പാർട്ട് ടൈം ആയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്നെക്കുറിച്ച് ഇതിലിരിക്കുന്ന കൂടുതൽ ആളുകൾക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കിട്ടി. നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരോടും മാതാപിതാക്കളോടും നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമിയോടും ഒക്കെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം തുടങ്ങാം അല്ലെ. നമുക്ക് ഈ ഒരു മെഡിറ്റേഷന്റെ ഗുണം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ തിരക്ക് പിടിച്ച ജീവിത ശൈലികൾക്കിടയിലെ നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തില് ഉള്ള സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ നമുക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ വൈകാരിക ആരോഗ്യം പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നമ്മുടെ ഉള്ളിലെ പേടിയും ഉത്കണ്ഠയും ഒക്കെ മാറ്റിയെടുക്കാനും നമുക്ക് ഈ ഒരു മെഡിറ്റേഷൻ വളരെ ഉപകാരപ്രദമാണ്. അപ്പൊ 21 ദിവസം നമ്മൾ ഇത് കണ്ടിന്യൂ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു തുടക്കം നമ്മുടെ ജീവിതത്തിൽ നിത്യവും നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. അപ്പൊ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് കാൽസ്യത്തിനെ കുറിച്ചാണ്. ടോപ്പിക് വളരെ ചെറുതാണ്, എങ്കിൽ കാര്യം വളരെ വലുതുമാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് അല്ലെ. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായാല് നമ്മൾക്ക് മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെറിയ പ്രശ്നമായിട്ട് തോന്നാറുണ്ട്. നമുക്ക് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദനയുണ്ടെങ്കിൽ നമ്മൾ മറ്റൊന്നിനെ കുറിച്ചും പിന്നെ ചിന്തിക്കാൻ പോലും നമ്മൾ താല്പര്യപ്പെടുന്നില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ച പണമായിക്കോട്ടെ, നമ്മൾ ഉണ്ടാക്കി വെച്ച ബന്ധങ്ങള്, നമ്മളുടെ ജോലിയിലെ സമ്മർദ്ദം, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാൻ പോലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്.
അതുപോലെ നമ്മുടെ ശരീരത്തിന് ഇന്നിപ്പോ ഇന്നലെ സുഖമായിട്ട് നമ്മൾ കിടന്നുറങ്ങി, രാവിലെ സുഖമായിട്ട് നമ്മൾ എണീറ്റു, നമുക്ക് നല്ല രൂപത്തില് ചിരിക്കാനും ഓടാനും നടക്കാനും എല്ലാത്തിനുമുള്ള ഒരവസരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തിനോട് നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് നന്ദി പറയാം. നമുക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് അകന്നു പോകുന്ന ഒന്നുണ്ട്. അതെന്താണെന്ന് അറിയോ? നമ്മുടെ സന്തോഷം തന്നെയാണ്. നമുക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളിൽ നിന്ന് പെട്ടെന്ന് അകന്നു പോകുന്ന ഒന്നാണ് നമ്മുടെ സന്തോഷം. പിന്നീട് നമ്മുടെ സ്വപ്നങ്ങൾ അസ്തമിക്കും. അതിനുശേഷം നമ്മുടെ ജീവിതത്തിന്റെ നിറം മെല്ലെ മെല്ലെ മങ്ങാൻ തുടങ്ങും അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ജീവിത ശൈലി രോഗങ്ങൾ ഒരുപാട് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും കാൽസ്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ചെറിയ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും പ്രായമുള്ളവർക്കാണെങ്കിലും എല്ലാവർക്കും കാൽസ്യക്കുറവ് മൂലം ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ എല്ലാവരും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മളെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ആരോഗ്യം പിന്നെ ആരോഗ്യ സംരക്ഷണം ഒരു ആർഭാടമാണെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരിക്കലും ആരോഗ്യ സംരക്ഷണം എന്നത് ആർഭാടമല്ല. നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു സ്നേഹപ്രവൃത്തിയാണ്. നാളേക്ക് വേണ്ടി നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു അമൂല്യ സമ്പത്താണ് ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. ഹെൽത്ത് ഇസ് ദി ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്. അതോടൊപ്പം വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചതും ദൈവം തന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. വെസ്റ്റീജിന്റെ മുദ്രാവാക്യം എന്താണെന്ന് വെച്ചാൽ, വെസ്റ്റീജിന്റെ മുദ്രാവാക്യം തന്നെ ആരോഗ്യത്തിലൂടെ സമ്പത്ത് എന്നാണ്. കാരണം ഫിസിക്കലി വെൽനെസ് അതുപോലെ ഫിനാൻഷ്യൽ വെൽത്ത്, ഈ രണ്ട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവർ ഈ ഒരു മുദ്രാവാക്യം തെരഞ്ഞെടുക്കാൻ തന്നെ കാരണം. വെസ്റ്റീജ് കമ്പനി നമുക്ക് ആരോഗ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന, നമുക്ക് ഒരുപാട് ആരോഗ്യം നേടിയെടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫിസിക്കൽ വെൽനെസ്, നമുക്ക് നല്ലൊരു ആരോഗ്യം നേടിയെടുക്കാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും നമ്മൾക്ക് പോഷകാഹാരങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നല്ലൊരു ആരോഗ്യം നേടിയെടുക്കാനും, നമ്മൾ നേടിയെടുത്ത ആരോഗ്യം മറ്റുള്ളവർക്ക് നമ്മുടെ വെസ്റ്റീജിന്റെ പ്രോഡക്റ്റുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ആരോഗ്യം ഇതിനെക്കുറിച്ച് നമുക്ക് ഷെയർ ചെയ്യാനും അവർക്ക് നല്ലൊരു ആരോഗ്യം നേടിക്കൊടുക്കാനും അതുവഴി നമുക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനും കമ്പനി ഊന്നൽ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഈ മുദ്രാവാക്യം തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമുക്കിന്ന് നമ്മളൊക്കെ ഒരുപാട് രോഗങ്ങളും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ വെസ്റ്റീജ് കമ്പനിക്ക് 450ഓളം പ്രോഡക്റ്റുകൾ ഉണ്ട്. അതിൽ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ആ പ്രോഡക്റ്റിന്റെ പേര് 100ഓളം സപ്ലിമെന്റുകൾ തന്നെ നമ്മുടെ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കാൽസ്യത്തെ കുറിച്ചാണ്. കാൽസ്യക്കുറവ് കാരണം നമ്മൾ ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ ദിനം പ്രതി നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുകയാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിനും അതുപോലെ ബ്ലഡ് സെല്ലിന്റെ നിർമ്മാണത്തിലും ഒക്കെ കാൽസ്യം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇന്ന് ചെറിയ കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും ഏതൊരു പ്രായക്കാർക്കും കാൽസ്യം അത്യാവശ്യമാണ്. ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ കാലുകടച്ചിലൊക്കെ പറയുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഈ കുട്ടികൾ കാലുകടച്ചിലൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവിടെ ബാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ കാലിൽ എടുത്ത് തേച്ച് കൊടുക്കുന്നുണ്ടാവും. അത് കാൽസ്യക്കുറവ് കാരണമാണോ എന്ന് പോലും നമ്മൾ രക്ഷിതാക്കൾ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. കുട്ടികൾ കാലുകടച്ചിൽ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഹോം റെമഡീസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഈ കാൽസ്യക്കുറവ് കാരണം ശാരീരികമായിട്ട് ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മൾ ചെറുപ്പം മുതലേ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് മാത്രമല്ല ബ്ലഡ് സെല്ലിന്റെ നിർമ്മാണത്തിനൊക്കെ ഇന്ന് കാൽസ്യം വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും കൂടുതൽ കാൽസ്യം ആവശ്യമായിട്ട് വരുന്നത് സ്ത്രീകളിലാണ്. ഗർഭാവസ്ഥയിലും അതുപോലെ അവരുടെ ആർത്തവ സമയത്തും മുലയൂട്ടുന്ന അമ്മമാരിലും കാൽസ്യം നല്ല തോതിൽ തന്നെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോ കാലം മാറിയതിനനുസരിച്ച് ഇന്ന് ജീവിതത്തിന്റെ ഭക്ഷണത്തിന്റെ രീതിയൊക്കെ മാറിയിട്ടുണ്ട്. പഴമക്കാർ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണമൊന്നും ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എല്ലാവരും ഇന്ന് മോഡേൺ ഫുഡിന്റെയും അതുപോലെ ഫാസ്റ്റ് ഫുഡിന്റെയും ഒക്കെ പിറകെയാണ് അല്ലെ.
അതുകൊണ്ട് തന്നെ കാൽസ്യക്കുറവ് എന്നത് ഒരു സാധാരണ രോഗമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഇപ്പോ നമുക്ക് അതിനെ കുറിച്ചൊന്നും ഇപ്പോ അതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഒരുപാട് കാലം കഴിയുമ്പോൾ, ഒരുപാട് പ്രായം കൂടുമ്പോൾ നമുക്ക് അതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ക്രമേണ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇന്ന് കാൽസ്യം കിട്ടുന്ന ഒരുപാട്, നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് കാൽസ്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ജീവിത രീതി അനുസരിച്ച് ആ ഒരു ഭക്ഷണമൊന്നും ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടാവില്ല. കാൽസ്യക്കുറവ് കാരണം നമ്മളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഓർമ്മശക്തി കുറഞ്ഞു പോവാം, അതുപോലെ ജോയിന്റ് പെയിൻ ഉണ്ടാവാം, മുടി പൊഴിച്ചിൽ ഉണ്ടാവാം, അതുപോലെ നമ്മൾ എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ ബലക്ഷയം നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ചെറുതായിട്ട് എവിടെയെങ്കിലും ഒന്ന് തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ എല്ല് പൊട്ടിപ്പോവുക, നഖം പൊട്ടിപ്പോവുക, അതുപോലെ ഡിപ്രഷൻ, ടെൻഷൻ, ഉറക്കമില്ലായ്മ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാൽസ്യക്കുറവ് കാരണം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോ ഒരു ശരാശരി ഒരു വ്യക്തിക്ക് വേണ്ടുന്ന കാൽസ്യത്തിന്റെ അളവ് എന്ന് പറയുന്നത് 8 മുതൽ 10 മില്ലിഗ്രാം ഡെസിലിറ്റർ വരെയാണ്. അപ്പോ കാൽസ്യക്കുറവ് ഇത്രയും അളവിലാണ് ഒരു നോർമൽ ആയിട്ട് ഒരു വ്യക്തിക്ക് ഇത്രയും കാൽസ്യം വളരെ അത്യാവശ്യമാണ്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് ഭക്ഷണ സാധനങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കാൽസ്യം ലഭിക്കുന്നുണ്ട്. അത് കുറച്ച് ഭക്ഷണങ്ങളുടെ പേര് ഞാൻ പറയാം. പാലുൽപ്പന്നങ്ങൾ, അതുപോലെ ചീര പോലെയുള്ള ഗ്രീൻ ലീവ്സ്, അതുപോലെ യോഗേട്ട്, ചീസ്, അതുപോലെ പപ്പായ, മധുരക്കിഴങ്ങ്, സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, ഗ്രാസ്ബെറി, ഇങ്ങനെയുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കാൽസ്യം ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഈ ജീവിത രീതിയിൽ ഇത്തരം ഭക്ഷണങ്ങളൊന്നും നമ്മുടെ നിത്യവും ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ പോലും, അഥവാ നമ്മൾ ഇത്തരം ഭക്ഷണങ്ങളൊക്കെ നമ്മളെ നിത്യജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയാൽ തന്നെ ഈ ഭക്ഷണങ്ങളിൽ നിന്നൊന്നും ചില ആളുകളുടെ ശരീരം കാൽസ്യം സ്വീകരിക്കാൻ തയ്യാറല്ല. അതിന് കാരണങ്ങൾ വേറെയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് പുറത്തു നിന്ന് നമ്മൾ കാൽസ്യം സപ്ലിമെന്റുകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നത്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിട്ടുള്ള വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് കാൽസ്യം. ഇതിൽ അടങ്ങിയിരിക്കുന്നത് വിറ്റമിൻ D3, അതുപോലെ കാൽസ്യം കാർബണേറ്റുമാണ്. സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് വിറ്റമിൻ D3 ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കുന്നത്, അല്ലെ? അപ്പൊ എങ്കില് ഇന്നത്തെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് കൂടുതൽ ആളുകളും അകത്ത് ഒതുങ്ങുന്ന ആളുകളായിരിക്കാം, ഓഫീസ് ജോലികളൊക്കെ ഉള്ള ആളുകളായിരിക്കാം. അപ്പൊ ഈ വെയിൽ കൊള്ളാൻ ആർക്കും ഇപ്പോ സമയം കിട്ടാറില്ല, അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് വിറ്റമിൻ ഡിയുടെ അളവ് നമ്മുടെ ശരീരത്തിൽ നല്ല തോതിൽ തന്നെ കുറഞ്ഞു വരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. പല്ലിന്റെയും എല്ലിന്റെയും ആരോഗ്യം മെച്ചപ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ കാൽസ്യം സപ്ലിമെന്റ് കൊണ്ട് ഏറ്റവും ഒരുപാട് പഴക്കം ചെന്ന രോഗങ്ങളോട് വരെ പോരാടാനുള്ള ശക്തി നമ്മുടെ കാൽസ്യം വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസ്യം സപ്ലിമെന്റുകളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തില് ശരിയായ രീതിയിൽ കാൽസ്യം നല്ല അളവിൽ ലഭിക്കാതെ വരുമ്പോൾ അത് പലതരം രോഗങ്ങളിലേക്ക് പോവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോ ആരോഗ്യ പ്രശ്നം കാരണം പല ബുദ്ധിമുട്ട്, ശരീരത്തിന്റെ പല ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ പല അസുഖങ്ങളിലേക്ക്, വലിയ രോഗങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ ഈ ഒരു കാൽസ്യക്കുറവ് വളരെ നിസ്സാരമായിട്ടാണ് ഇന്ന് പല ആളുകളും കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നമ്മൾ ഇപ്പോ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഒരുപാട് പ്രായം കൂടുമ്പോൾ നമ്മൾ ആ ഒരു കാൽസ്യക്കുറവ് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുത് തന്നെ ആയിരിക്കും. നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് മാത്രമാണ് കാൽസ്യം എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഒരിക്കലും അല്ല. നമ്മുടെ നാഡീവ്യൂഹം, അതുപോലെ പേശികള്, അതുപോലെ ഹൃദയത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിനൊക്കെ കാൽസ്യം വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കാൽസ്യം ഉണ്ട് എങ്കിൽ പോലും അത് ശരിയായി നമ്മുടെ ശരീരം ആഗിരണം ചെയ്യപ്പെടാത്തതിന് കുറച്ച് കാരണങ്ങളുണ്ട്. വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഇല്ല എങ്കിൽ കാൽസ്യം ആഗിരണം ചെയ്യപ്പെടില്ല. കാരണം വിറ്റമിൻ ഡിയും കാൽസ്യവും ഒരുപോലെ ബന്ധപ്പെട്ട് കിടക്കുന്ന 2 പോഷകങ്ങളാണ്. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിൽ ഒരേ സമയം ഒരുപോലെ ആവശ്യമുള്ള ഒന്ന് തന്നെയാണ്. വിറ്റമിൻ ഡി കുറയുമ്പോൾ നമ്മുടെ ശരീരത്തില് നമ്മൾ എത്ര കാൽസ്യം കഴിച്ചാൽ പോലും അത് ശരിയായ രൂപത്തിൽ ആഗിരണം ചെയ്യപ്പെടാതെ രക്തത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് കുടലിന്റെ ആരോഗ്യം മോശമാണെങ്കിൽ കാൽസ്യം ആഗിരണം ചെയ്യപ്പെടില്ല. അതുപോലെ നമ്മുടെ
എന്താ പറയാ ഇൻഫ്ലമേറ്ററി ബോവൽ ഡിസീസ് IBD, കുടലിന്റെ വീക്കം ഉണ്ടെങ്കിൽ ഈ പോഷകങ്ങൾ ശരിയായ രൂപത്തിൽ പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ടാവില്ല. അതുപോലെ ഉപ്പിന്റെ അമിതമായിട്ടുള്ള ഉപയോഗമുള്ളവർക്ക് പിന്നെ കാൽസ്യം ആഗിരണം തടസ്സപ്പെടും. മദ്യപാനം, അതുപോലെ സ്മോക്കിംഗ് ഒക്കെ ഉള്ളവർക്ക് പിന്നെ കാൽസ്യം ആഗിരണം തടസ്സപ്പെടുന്നുണ്ട്. അതുപോലെ പ്രായമാകും തോറും നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം മോശമാകുന്നത് കൊണ്ട് തന്നെ കാൽസ്യം ആഗിരണം നല്ല തോതിൽ തടസ്സപ്പെടാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ ഈ കാൽസ്യം, വിറ്റമിൻ D3 നമ്മുടെ ശരീരത്തിൽ ലഭിക്കണമെങ്കിൽ നമ്മൾ ഡെയിലി വെയിൽ കൊള്ളുക എന്നത് നമ്മൾ ശീലമാക്കേണ്ടതുണ്ട്. വെയിൽ നമ്മൾ തുടർച്ചയായിട്ട് കൊള്ളുന്ന ആളാണെങ്കിൽ നമുക്ക് ഇത്രയും വിറ്റമിൻ ഡിയുടെ കുറവ് വരില്ല. കാരണം വിറ്റമിൻ ഡി ഇല്ലാത്ത ആളുടെ ശരീരത്തിൽ കാൽസ്യം അടങ്ങുന്ന ഭക്ഷണം നമ്മൾ എത്ര കഴിച്ചാൽ പോലും അത് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കില്ല എന്ന് പറയാം. കാൽസ്യം ആഗിരണം തീർച്ചയായിട്ടും തടസ്സപ്പെടുന്നുണ്ടാകും. കാരണം എന്താ, വിറ്റമിൻ D3യും കാൽസ്യവും ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് പോഷകങ്ങൾ ആയതുകൊണ്ട് തന്നെയാണ്. ഏതെങ്കിലും ഒന്നുണ്ടായിട്ട് നമുക്ക് ഒരു കാര്യമില്ല. അപ്പൊ വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നമുക്ക് നൽകുന്ന നമ്മുടെ കാൽസ്യം സപ്ലിമെന്റിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. അതുപോലെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലം വർദ്ധിപ്പിക്കുന്നു. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന തേയ്മാനം തടയുന്നു. ഹൃദയ സംബന്ധമായിട്ടുള്ള ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ സുഖകരമായിട്ടുള്ള പ്രവർത്തനത്തിന് കാൽസ്യം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ കാൽസ്യം സപ്ലിമെന്റുകൾ നമ്മൾ മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിലും നമ്മൾ ആർക്കെങ്കിലും ഒക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്നുണ്ടാവുക അല്ലെ. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കഴിക്കുകയാണെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അയൺ ഫോളിക് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ കാൽസ്യം സപ്ലിമെന്റിന്റെ കൂടെ ഒരു കാരണവശാലും ഇത് കഴിക്കാതിരിക്കുക. കാരണം ഒന്നോ രണ്ടോ ഒരു 4 മണിക്കൂറെങ്കിലും വ്യത്യാസത്തിൽ വേണം നമ്മൾ ഈ ഒരു അയൺ സപ്ലിമെന്റ് സ്ഥിരമായിട്ട് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ കാൽസ്യവും ഇത് ഈ 2 ടാബ്ലറ്റും പിന്നെ സപ്ലിമെന്റും തമ്മിൽ ഒരുപാട് മണിക്കൂർ വ്യത്യാസത്തിൽ വേണം നമ്മൾ കഴിക്കാൻ. കാരണം എന്താന്ന് വെച്ചാല് ഈ 2 അയൺ ഫോളിക്കും അതുപോലെ കാൽസ്യവും നമ്മുടെ ശരീരത്തിലേക്ക് ഒരേ സമയത്ത് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കാൽസ്യത്തിനാണ്. അപ്പോ അയൺ ഫോളിക് കഴിച്ച ആ ഒരു ഗുണം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ലഭിക്കാതെ വരും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് രണ്ടും നമ്മൾ ഇത്രയും മണിക്കൂർ ഡിഫറൻറ്റിൽ വേണം നമ്മൾ കഴിക്കാനും. മറ്റൊരു വ്യക്തിക്ക് നമ്മൾ കാൽസ്യം സപ്ലിമെന്റ് സജസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇത് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ കാൽസ്യം സപ്ലിമെന്റ് വളരെ ചെറിയ ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും എല്ലാവരും നമ്മുടെ കാൽസ്യം സപ്ലിമെന്റ് വാങ്ങി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കാൽസ്യം നമ്മൾ വാങ്ങുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന കാൽസ്യത്തിൽ വിറ്റാമിൻ D3 മസ്റ്റ് ആയിട്ടും അടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ കാൽസ്യം മാർക്കറ്റുകളിൽ നിന്ന് സിന്തറ്റിക് ആയിട്ടുള്ള കാൽസ്യം നമ്മൾ മേടിക്കാറുണ്ട് അല്ലെ. ഒരർത്ഥത്തിലും അതിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ സിന്തറ്റിക് ആയിട്ടുള്ള കാൽസ്യം, വിറ്റമിൻ D3 അടങ്ങാത്ത കാൽസ്യം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിച്ച് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് വയർ സംബന്ധമായിട്ടുള്ള ദഹന പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. വയറുവേദനയും ദഹന പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് വരാറുണ്ട്. അപ്പൊ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന കാൽസ്യത്തില് വിറ്റാമിൻ D3 അടങ്ങിയിട്ടുണ്ടാകും. നമ്മൾ സ്വയം മാർക്കറ്റിൽ പോയി കാൽസ്യം സപ്ലിമെന്റ് മേടിക്കുകയാണെങ്കിൽ അതിൽ വിറ്റാമിൻ D3 അടങ്ങിയിട്ടുണ്ടാവില്ല. അത് സിന്തറ്റിക് ആയിട്ടുള്ള കാൽസ്യമാണ്, അതിൽ കെമിക്കലാണ് അടങ്ങിയിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഡെമോ കൂടെ ഞാൻ ഇവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ വെസ്റ്റേജ് കാൽസ്യത്തിന്റെ ഇത്രയും പ്രാധാന്യം നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിനാണെങ്കിലും നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനാണെങ്കിലും ഒരുപാട് നിത്യ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ. അപ്പോ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരാൾക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ പോലും നമ്മളെ വിറ്റമിൻ D സ്പ്രേ കൂടെ ഈ കാൽസ്യത്തിനോടൊപ്പം നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ കാൽസ്യം വിറ്റമിൻ D3 അടങ്ങിയതാണെങ്കിൽ പോലും ചില ആളുകൾക്ക് വിറ്റമിൻ D അവരുടെ ശരീരത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ ഈ കാൽസ്യം കഴിക്കുന്നതിൽ ഒരു ഗുണവും ഇല്ലാത്തതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കോമ്പിനേഷൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇത്തരം പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ആ ഒരു കോമ്പിനേഷൻ രീതിയിൽ തന്നെ കഴിക്കാനും കൊടുക്കാനും മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. വളരെ കുറഞ്ഞ വിലയിലാണ് നമുക്ക് കാൽസ്യം സപ്ലിമെന്റ് കിട്ടുന്നത്. 100ഓളം സപ്ലിമെന്റുകൾ ഇതിൽ നമുക്ക് ഉണ്ടാവും. ഇതിപ്പോ നമുക്ക് കൺസിസ്റ്റൻസി ടൈം ആണ്. എല്ലാവരും നിങ്ങളുടെ കൺസിസ്റ്റൻസിയിൽ കാൽസ്യം സപ്ലിമെന്റ്
ആഡ് ചെയ്യുക, വാങ്ങുക, സ്ഥിരമായിട്ട് കഴിക്കുക. രോഗം വരും വരെ കാത്തിരിക്കരുത്. രോഗം വന്നതിന് ശേഷമല്ല നമ്മുടെ സപ്ലിമെന്റ് ഒന്നും കഴിക്കേണ്ടത്. രോഗം വരാതെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്ന രീതിയിലാണ് നമ്മുടെ വെസ്റ്റീജ് കമ്പനി ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് നമ്മുടെ കൺസിസ്റ്റൻസിയിലൊക്കെ നമ്മുടെ കാൽസ്യം സപ്ലിമെന്റുകൾ ഉൾപ്പെടുത്തിയിട്ട് ഇപ്പോഴേ നമ്മൾ വാങ്ങി കഴിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് കാൽസ്യം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോകുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ വളരെ ചെറിയ തോതിലായിരിക്കും നമ്മൾ അനുഭവിക്കുന്നുണ്ടാവുക അല്ലെ. ഉറക്കക്കുറവാണെങ്കിലും, ഡിപ്രഷൻ ആണെങ്കിലും, ടെൻഷൻ ആണെങ്കിലും, അതുപോലെ മുടികൊഴിച്ചിലാണെങ്കിലും, ജോയിന്റ് പെയിൻ ആണെങ്കിലും, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ കുട്ടികളൊക്കെ എവിടെയെങ്കിലും ഒന്ന് തട്ടിമുട്ടി ചെയ്താൽ പോലും ചെറിയ തോതിൽ ഒന്ന് എവിടെയെങ്കിലും തട്ടിയാൽ വരെ എല്ല് പൊട്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് കാൽസ്യക്കുറവ് കാരണമാണ്. അപ്പൊ നമ്മള് ഒരു കാൽസ്യക്കുറവ് നമ്മൾ ഇപ്പോഴേ നമ്മുടെ ശരീരത്തിനെ നമ്മൾ പാകപ്പെടുത്തി എടുക്കുക. ഒരുപാട് പ്രായം കൂടി കഴിയുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് വലിയ വലിയ രോഗങ്ങളിലേക്കൊക്കെ മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. വെറും 220 രൂപയാണ് നമ്മുടെ കാൽസ്യം സപ്ലിമെന്റിന്റെ വില. അതിന്റെ DP പ്രൈസ്, MRP പ്രൈസ് 314 രൂപയാണ്. PV വരുന്നത് 7.33 ആണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ കാൽസ്യം സപ്ലിമെന്റുകൾ നിങ്ങളുടെ കൺസിസ്റ്റൻസിയിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാവുക. വളരെ ചെറിയൊരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ പോലും നമ്മുടെ കാൽസ്യം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോയാൽ നമ്മൾ പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അത് പ്രായമാകുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ബാധ്യതയാവുന്ന രൂപത്തിലേക്ക് വരെ മാറാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മുടെ ആരോഗ്യം നമ്മൾ മെച്ചപ്പെടുത്താൻ നമ്മൾ തീരുമാനമെടുക്കുക. അപ്പൊ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന കാൽസ്യം വിറ്റമിൻ D3 അടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ ഡോക്ടർ സജസ്റ്റ് ചെയ്യാത്ത ഒരു കാൽസ്യവും നിങ്ങൾ വാങ്ങി കഴിക്കാതിരിക്കുക. അപ്പൊ നമ്മുടെ കാൽസ്യം എന്ന് പറയുന്നത് വിറ്റമിൻ D3 അടങ്ങിയിട്ടുള്ള ഒരു കാൽസ്യം തന്നെയാണ്. അതുപോലെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന സിന്തറ്റിക് ആയിട്ടുള്ള കാൽസ്യത്തില് ഒരു കാരണവശാലും ഇതിൽ വിറ്റമിൻ D3 അടങ്ങാത്തത് കൊണ്ട് തന്നെ ഇതിൽ കെമിക്കലാണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാൽസ്യം സപ്ലിമെന്റ് നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ വയറുവേദനയും ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോ അതിന് ചെറിയൊരു ഡെമോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം കേട്ടോ. വിറ്റമിൻ D3 അല്ല ഞാനിവിടെ ഡെമോ കാണിക്കുന്നത്. ഇത് നമ്മുടെ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന വിറ്റമിൻ D3 അടങ്ങിയിട്ടുള്ള കാൽസ്യമാണ്. അത് ഞാനിവിടെ മാറ്റി വെക്കുന്നു. വിറ്റമിൻ D3 ഇല്ലാത്ത സിന്തറ്റിക് കാൽസ്യമാണ് ഇത്. അപ്പൊ ഇതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നേരത്തെ പൊടിച്ചു വെച്ചതാണ്, അല്ലെങ്കിൽ CP കഴിയുമ്പോഴേക്കും എനിക്ക് എന്റെ ടേബിള് മാറ്റേണ്ടി വരും കേട്ടോ. ഇത് നമ്മുടെ കാൽസ്യം സപ്ലിമെന്റ് പൊടിച്ചു വെച്ചതാണ് കേട്ടോ. പൊടിച്ചു വെക്കാൻ നിങ്ങളെ മുന്നിൽ നിന്ന് പൊടിച്ചു വെക്കണം എന്നൊന്നുമില്ലല്ലോ. പൊടിച്ചു വെക്കാൻ കാരണം CP കഴിയുമ്പോൾ ഞാൻ ടേബിൾ വേറെ തെരഞ്ഞു പോണ്ടി വരും, അതുകൊണ്ടാണ്. ഇത് സിന്തറ്റിക് കാൽസ്യമാണ്. രണ്ടാമത് ഞാൻ കാണിച്ചു തന്ന വിറ്റമിൻ D3 ഇല്ലാത്ത സിന്തറ്റിക് ആയ കാൽസ്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ കാൽസ്യം സപ്ലിമെന്റിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു, അതുപോലെ ഇതിലേക്കും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്റെ വീട്ടില് ഉണക്കി പൊടിച്ച് എടുത്ത നല്ല മഞ്ഞൾ പൊടിയാണ് കേട്ടോ. കാണുന്നുണ്ടോ നിറം? കാണാമോ? കാണാം. ഓക്കെ. അപ്പൊ നമ്മുടെ കാൽസ്യം വെരി പെർഫെക്റ്റ് ആണ്. യാതൊരുവിധ കെമിക്കലും അടങ്ങിയിട്ടുള്ള ഏതൊരു പ്രായക്കാർക്കും ഇത് കഴിക്കാവുന്നതാണ്. നല്ലൊരു ആരോഗ്യം നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റും. നമ്മൾ ഈ കാൽസ്യക്കുറവ് കാരണം മാർക്കറ്റുകളിൽ പോയിട്ട് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം വിറ്റമിൻ D3 അടങ്ങാത്ത കാൽസ്യം നമ്മൾ വാങ്ങി കഴിക്കുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. നമ്മൾ വീണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് കെമിക്കലുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ വീണ്ടും രോഗികളായിട്ട് മാറുകയാണ്. അപ്പൊ ഒരിക്കലും ഇത് നമ്മുടെ വിറ്റമിൻ D3 അടങ്ങിയിട്ടുള്ള കാൽസ്യമാണ്. ഞാനിവിടെ മാറ്റി വെച്ചിരിക്കുന്നത്, ഇതിന്റെ കാണുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. വിറ്റമിൻ D3 അടങ്ങിയിട്ടുള്ള ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന കാൽസ്യമാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ
നമ്മൾ മറ്റുള്ള കാൽസ്യം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം വാങ്ങി കഴിക്കാതിരിക്കുക. അഥവാ നമ്മൾ മേടിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിന്റെ പുറം ചട്ട നമ്മൾ വായിച്ചു നോക്കുക, ഇതിൽ വിറ്റമിൻ D3 ഉണ്ടോ എന്ന്. അപ്പൊ ഇത് ഒറിജിനൽ ആയിട്ടുള്ള നമ്മുടെ സപ്ലിമെന്റിനോട് സമാനമായിട്ടുള്ള ഒരു കാൽസ്യമാണ് എപ്പോഴും ഡോക്ടർ നമുക്ക് സജസ്റ്റ് ചെയ്യാം. മാർക്കറ്റിൽ നിന്നും ഗുണനിലവാരം കുറഞ്ഞിട്ടുള്ള കാൽസ്യമാണ് ഇത് നമുക്ക് കിട്ടുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണവും ഇതുപോലെ തന്നെ ആയിരിക്കും. നമ്മൾ ഇന്ന് ഫാസ്റ്റ് ഫുഡിന്റെയും അതുപോലെ മോഡേൺ ഫുഡിന്റെയും ഒക്കെ കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. നമ്മളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രുചിയോട് കൂടി കഴിക്കുന്ന ഭക്ഷണത്തിലും ഒക്കെ ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. ഇന്ന് പഴമക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഭക്ഷണങ്ങൾ ഇന്ന് അതെന്താണെന്ന് പോലും നമുക്കറിയില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് താല്പര്യമില്ല, അത് കഴിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോ നമ്മൾ ഇങ്ങനെ ഈ ഭക്ഷണത്തിൽ നമ്മൾ മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് കിട്ടേണ്ട കൃത്യമായിട്ടുള്ള വൈറ്റമിൻസോ മിനറൽസോ ഒന്നും നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നില്ല. അത് കാരണം തന്നെ നമ്മുടെ രോഗികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇന്ന് മാർക്കറ്റിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പനി വന്നാലും ഒരു തലവേദന വന്നാലും ഒക്കെ നമ്മൾ ഡോളോ അതുപോലെ ഗ്യാസിന്റെ ഗുളികയൊക്കെ നമ്മൾ ഒരുപാട് മേടിച്ച് കുടിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാം നമ്മുടെ ഈ സപ്ലിമെന്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളാണ്. ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മുടെ ശരീരത്തിന് ഹെൽത്തിന് ആവശ്യമുള്ള പ്രോഡക്റ്റുകളാണെങ്കിലും നമ്മളെ ഹോം ക്ലീൻ പ്രോഡക്റ്റുകളാണെങ്കിലും അതിലൊക്കെ ഒരുപാട് ഗുണമേന്മയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഗുഡ് മോർണിംഗ് മുതൽ നമ്മൾ രാവിലെ എണീക്കുന്നു, നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണ് ആദ്യം യൂസ് ചെയ്യുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. പല്ല് തേക്കാൻ പേസ്റ്റ് ആണ് അല്ലെ, പിന്നെ കുളിക്കാൻ സോപ്പാണ്, അതിനുശേഷം നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? ഒരു ചായ കുടിക്കണമെങ്കിൽ ചായപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം പ്രോഡക്റ്റുകൾ ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ വ്യത്യസ്തമായിട്ടുള്ള നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരു പേപ്പർ എടുത്തൊന്ന് എഴുതി നോക്കൂ. നമ്മൾ ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ എത്ര തരം പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് നിത്യജീവിതത്തിൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇത്തരം പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നു. മാർക്കറ്റുകളിൽ നിന്നും കെമിക്കൽ അടങ്ങിയ പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നു. ആ ഒരു ഷോപ്പ് നമ്മുടെ വെസ്റ്റീജിലേക്ക് ഒന്ന് മാറ്റുന്നതിലൂടെ നമുക്ക് നല്ലൊരു ആരോഗ്യം മാത്രമല്ല, നമുക്ക് നല്ലൊരു ജനറേഷനെ സൃഷ്ടിക്കാൻ, നമുക്ക് നല്ലൊരു കുടുംബത്തെ വാർത്തെടുക്കാൻ, നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള കുട്ടികളെ, ഇതൊക്കെ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയോടൊപ്പം നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് ദൈവം തന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ എല്ലാവരും ഹൃദയത്തോട് ചേർക്കുക. ഇങ്ങനെ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഞാൻ എടുത്തത്, കാരണം പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും സമയപരിധി ഇങ്ങനെ ആയതുകൊണ്ടും ഞാൻ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ എങ്കിൽ കാൽസ്യം സപ്ലിമെന്റ് നമ്മുടെ ശരീരത്തിൽ കാൽസ്യം കുറഞ്ഞു പോയാലുള്ള ബുദ്ധിമുട്ടുകൾ വലുതുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കാൽസ്യം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോയപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മളെ കുട്ടികൾ വരെ സ്കൂൾ വിട്ടു വരുമ്പോൾ കാലുകടച്ചിലും കൈകടച്ചിലും ഒക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓടിപ്പോയിട്ട് എന്തെങ്കിലും പെയിൻ കില്ലർ ബാം ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് പുരട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് കാൽസ്യക്കുറവ് കാരണമാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കാൻ പല രക്ഷിതാക്കളും തയ്യാറാവുന്നില്ല. അപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ ഒരു കാൽസ്യം സപ്ലിമെന്റ് 12 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കൊക്കെ നിങ്ങൾ കൊടുത്തു തുടങ്ങുക. നിങ്ങളും കഴിക്കുക. വീട്ടിൽ ആരൊക്കെയുണ്ടോ പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ കൊടുക്കുക. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് കിഡ്നി സ്റ്റോൺ ഉള്ളവരെ നിങ്ങൾ ഇതിൽ നിന്ന് മാറ്റി നിർത്തുക. അവർക്ക് ഒരു കാരണവശാലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കാൽസ്യം സപ്ലിമെന്റ് കൊടുക്കാതിരിക്കുക, കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് കേട്ടോ. അതുപോലെ അയൺ ഫോളിക് ആസിഡ് സ്ഥിരമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ഈ നമ്മുടെ കാൽസ്യം സപ്ലിമെന്റിനോടൊപ്പം തന്നെ കഴിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഉണ്ടാവുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കാൽസ്യം സപ്ലിമെന്റിന് ആയതുകൊണ്ട് അയൺ ഫോളിക് കഴിച്ചാൽ ഒരു ഗുണം കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു 2, 3, 4 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി അടുത്ത ഒരു ചെറിയ ടോപ്പിക്കുമായിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ടാകും. അപ്പൊ എല്ലാവരും ഇത്തരം ചെറിയ ചെറിയ ടോപ്പിക്കുകളൊക്കെ ചെയ്യുക. നമ്മുടെ ഓർഗനൈസേഷൻ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരും സഹകരിച്ച് കൂടെ നിൽക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വിഷ് യു വെൽത്ത് ആൻഡ് ബാക്ക് ടു MC അൻസർ സർ. താങ്ക് യു മാം. വളരെ നല്ല രീതിയിൽ തന്നെ ഈ പ്രസന്റ് പ്രോഡക്റ്റ് സെക്ഷൻ അവതരിപ്പിച്ചു. വളരെ നന്നായി തന്നെ അവതരിപ്പിച്ചു. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും മനസ്സിലായി എന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മാഡത്തിന് ചാറ്റ് ബോക്സിലൂടെ നന്ദി അറിയിക്കാം. പിന്നെ രാവിലത്തെ മോർണിംഗ് CP എല്ലാവരും
അറ്റൻഡ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ്. നമ്മൾ മാത്രമല്ല നമ്മളെ കൂടെ വന്നിരിക്കുന്ന മെമ്പേഴ്സിനെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് രാവിലെ എല്ലാവരെയും ആര് കയറിയില്ലെങ്കിൽ കയറിയാൽ പോലും മെമ്പേഴ്സ് കൂടെ കയറിയില്ലെങ്കിൽ പോലും അവരെ വിളിച്ചുണർത്തുക. ഉറങ്ങുന്നവരാണെങ്കിൽ പോലും അവരെ വിളിച്ചുണർത്തിക്കൊണ്ട് രാവിലത്തെ CP അറ്റൻഡ് ചെയ്യിപ്പിക്കുക. അവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഇതിനെക്കുറിച്ച് പഠിക്കാനും വേണ്ടിയുള്ള അതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ഓരോരുത്തരും രാവിലത്തെ CP അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവ് നേടിയില്ലെങ്കിൽ നമ്മൾക്ക് തന്നെ അതിന് ദോഷമായി മാറും. എന്നുവെച്ചാൽ രാവിലത്തെ CP എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനും അതിന്റെ അറിവുകൾ നേടാനും പ്രോഡക്റ്റുകളെ കുറിച്ചും അല്ല മറ്റുള്ളതിനെ കുറിച്ചായാലും പോലും നമ്മൾ ഓരോന്നും പഠിച്ചെടുക്കേണ്ട ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഞാൻ ഇതിലെ എല്ലാവരെയും ഈ രാവിലത്തെ CP മോർണിംഗ് എനിക്കൊരു അവസരം തന്ന എല്ലാ ലീഡേഴ്സിനും ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ഷാജി സാർ, ഭീമ മാം, ഷംന മാം, എല്ലാവർക്കും ഒരു വളരെ നന്ദി അറിയിക്കുന്നു. അപ്പൊ നമുക്ക് ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. വിഷ് യു വെൽത്ത്.